എൻ്റെ പേര് ലിസി ബിജു. ഞാൻ കാണിനാട് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് ഡിസംബർ 29, 2021 വന്നത്. അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിട്ടാണ് വന്നത്. ആ ബോഡി പെയിൻ എന്ന് പറയുമ്പോൾ 2020 എനിക്ക് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസ് കഴിഞ്ഞ് സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ റിക്കവർ ആയെങ്കിലും എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും അത് മരുന്ന് കഴിച്ചിട്ടും അത് മാറാണ്ടായില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കൃപാസനത്തിലോ ഇങ്ങോട്ട് വരാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് മീനു ആണ്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഒത്തിരി വിഷമത്തോടാണ് ഞാൻ വന്നത്. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ബോഡി പെയിൻ ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല. ഞാനിവിടെ വന്നു, ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നത്. അത്രയ്ക്ക് വേദനയായിരുന്നു. എന്നാലും ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചു. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുക ചെയ്തത്. പക്ഷേ എനിക്ക് ആ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റണ്ടായില്ല, ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല. അന്ന് ഞാനിത് ഉടമ്പടിയിൽ എഴുതിയില്ല. പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞാൻ എന്നാ ഇങ്ങോട്ട് വരുന്നത് അന്ന് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും പറ്റണം. എൻ്റെ ശരീരത്തിൽ ഒരു കടുകുമണി പോലും വേദന എനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന്. ഇത് ഞാൻ ഉടമ്പടിയിൽ എഴുതാത്ത നിയോഗമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാനിവിടെ ജീവനുള്ള മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. മാതാവ് ഈശോയുടെ അടുത്ത് നിന്ന് അത് ചോദിച്ചെനിക്ക്. ഒരു മാസത്തിനുള്ളിൽ ഞാൻ കഴിഞ്ഞ അതിക്ക് മുന്നേ 1 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന എവിടെ പോയെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ മുതൽ ഇന്ന് വരെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കിട്ടിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സുഖമില്ലാതെ ഇരുന്നപ്പോൾ പോലും ഞാൻ 2 പ്രാവശ്യം OIT എഴുതി. എനിക്ക് 3 Bയും 1 C ആയി. ആ സ്കോർ വെച്ചിട്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ മാതാവിനെ അസാധ്യമായി ഒന്നുമില്ലല്ലോ. ഞാൻ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോൾ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത് എനിക്ക് OITയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇൻഡിവിജ്വൽ ബാൻഡ് B തരണമെന്ന്. എൻ്റെ മാതാവ് എനിക്ക് OIT ഇൻഡിവിജ്വൽ ബാൻഡ് B തന്ന് അനുഗ്രഹിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗമായിരുന്നു എനിക്ക് ഒരു ജോലി കിട്ടണം UK. മാതാവ് അതും എനിക്ക് സാധിച്ചു തന്നു. ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ OIT എഴുതിയതിൻ്റെ 2ാമത്തെ ദിവസം ഞാൻ രാവിലെ വെളുപ്പിന് 5 മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് എനിക്ക് നമ്മൾ ലാസ്റ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥനത്തിൻ്റെ ലാസ്റ്റ് നമുക്ക് സാധിച്ചു തരണമേ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്ക് നീ ഇൻഡിവിജ്വൽ ബാൻഡ് B തന്ന് അനുഗ്രഹിച്ചെന്ന് ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നാണ് ഞാൻ അന്ന് OIT എഴുതിയതിൻ്റെ 2ാമത്തെ ദിവസം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു നിയോഗം ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. പക്ഷെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് 29 ഡിസംബറാണ് ഉടമ്പടി എടുത്തത്. 31 ഡിസംബർ അവന് ഒരു ആലോചന വന്നു. 1 മാസത്തിനുള്ളിൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണവും നടന്നു. പിന്നെ എൻ്റെ വേറെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു. എനിക്ക് സുഖമില്ലാത്ത സമയത്ത് എന്നെ നോക്കാനും എന്നെ ശുശ്രൂഷിക്കാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ജീവിത പങ്കാളി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, RCC പോകണം, പല സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പുള്ളിക്കും ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ല, 2 പേർക്കും ജോലി ഉണ്ടായില്ല. പക്ഷേ ഉടമ്പടി എടുത്തിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഇല്ലാതെ ഇരുന്നിട്ടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും മാതാവ് നടത്തി പോവുകയാണ്. എല്ലാ കാര്യങ്ങളും, OITക്ക് ഫീസും CBTക്ക് ഫീസും CBT പരീക്ഷ എഴുതാൻ പോലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ OITയും CBT പരീക്ഷയും ഞാൻ എഴുതി. ഇപ്പം മാതാവിൻ്റെ കാശ് രൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു, നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ നിന്ന് പത്രം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. പക്ഷേ എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഈ പത്രം ഇവിടെ നിന്ന് വിതരണം ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. എൻ്റെ മോൻ +1 പഠിക്കുന്നു. അവനായിരുന്നു ഈ പത്രങ്ങൾ മുഴുവനും. ആ ഡിസംബർ മുതൽ അവനായിരുന്നു ഈ പത്രങ്ങളെല്ലാ വീടുകളിലും അവനെ കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ പോയി കൊടുത്തുകൊണ്ടിരുന്നു. ജാനുവരി 20 അവന് ഒരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായി.
ഈ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ഡോക്ടർ പറയുകയോ ചെയ്ത് ഇനി അവനെ ഈ മുട്ടിനെയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞങ്ങൾ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മുടെ ഉടമ്പടി തൈലം ഞാൻ അവൻ്റെ മുട്ടിൽ എന്നും കുരിശ് വരച്ച് സന്ധ്യാപ്രാർത്ഥനയും അല്ലെങ്കിൽ രാവിലത്തെ പ്രദക്ഷിണീകരണ പ്രാർത്ഥന കഴിഞ്ഞ് അവൻ്റെ മുട്ടിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. എന്നിട്ട് എന്നും വിശ്വാസ പ്രമാണം ഇത് ചൊല്ലി എല്ലാ റിവ്യൂ കഴിയുമ്പോൾ സർജറി അങ്ങ് മാറി കഴിഞ്ഞു. അങ്ങനെ 1.5 മാസങ്ങൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ സർജറിയുടെ ഒന്നും ആവശ്യമില്ല, മുട്ട് തന്നെ ശരിയായി. ഇത്ര അനുഗ്രഹങ്ങളാണ് എനിക്ക് ഈശോ മാതാവ് ചെയ്തു തന്നിട്ടുള്ളത്. മാതാവിനെയും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഈശോയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ക്യാൻസറുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം ആയിരിക്കുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതും അതിനെക്കുറിച്ച് അറിയുന്നതും അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞെങ്കിലും ശരീരത്തിന് ശക്തമായ ഒരു വേദനയോടുകൂടിയാണ് ഇവിടെ ഈ കൃപാസനത്തിൽ കടന്നു വരുന്നത്. അങ്ങനെ ആ വേദനയോടുകൂടി തന്നെ മരിയൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉടമ്പടി ബന്ധത്തിലൂടെ അമ്മ മാതാവ് പറഞ്ഞ ആ ഒരു വചനം അവൻ പറയുന്നത് പോലെ ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം തിരുവചനം. കർത്താവിൻ്റെ വചനങ്ങൾ ഇവരെ പാലിക്കാൻ തീരുമാനിച്ചു. ആ കർത്താവിൻ്റെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് എന്തൊക്കെ ഈ മരിയൻ ഉടമ്പടി പറഞ്ഞ് തന്നിട്ടുള്ളോ അതെല്ലാം കൃത്യമായിട്ട് ഇവരെ പാലിക്കാനായിട്ട് ശ്രമിച്ചു. ഈ സഹനങ്ങളുടെ മധ്യയിൽ നിന്നുകൊണ്ട് അങ്ങനെ ആദ്യമേ ഉടമ്പടി വെച്ചത് 3-ാം തവണ OET എക്സാമാണ്. അത് 3-ാം തവണയാണ് ഉടമ്പടിയിൽ വെച്ചിട്ട് 3-ാം തവണ OET എക്സാം എഴുതി അത് പാസ്സായി. പിന്നീട് ഇവർക്ക് ഈ ഒരു ചികിത്സ സമയത്ത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഹസ്ബൻഡ് ഒത്തിരി കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ മക്കൾക്ക് ആർക്കും ഒരു വരുമാന മാർഗമില്ലാത്ത സമയത്ത് പോലും ഉടമ്പടി ബന്ധത്തിലൂടെ കടന്നു വന്നതിന് ശേഷം അവർക്ക് മനസ്സിലായി അമ്മയും ഈശോയും ഒത്തിരിയേറെ ഇവരെ സഹായിക്കുന്നുണ്ടായിരുന്നുവെന്ന്. കാരണം ഇവരാഗ്രഹിക്കുന്നതിനേക്കാൾ മനോഹരമായി ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിനിടയ്ക്കും സഹനത്തിൻ്റെ മധ്യയും അമ്മ ഈശോയും ഇവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ അമ്മ ഈശോയുടെ ആക്കി. സാമ്പത്തികമായ മേഖലകളിലാണെങ്കിലും അതുപോലെ തന്നെ ഇവർക്ക് പഠിക്കാനുള്ള ഫീസ് അത് ക്രമീകരിച്ചു നൽകി. ഇപ്പോൾ UK ഒരു ജോലി അമ്മ മാതാവ് ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ സഹോദരൻ്റെ നിയോഗം വെച്ചിരുന്നു. സഹോദരൻ്റെ വിവാഹം അത് 10 വർഷമായിട്ട് നടക്കാതിരുന്നതാണ്. പക്ഷെ മരിയൻ ഉടമ്പടിയിൽ വെച്ച് 10 വർഷത്തിലെ 1 മാസം ഉടമ്പടി വെച്ച് 1 മാസത്തിനുള്ളിൽ എല്ലാ കാര്യവും ഭംഗിയായിട്ട് അതിവേഗം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു. ഉടനെ തന്നെ വിവാഹം നടക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു വേദന അത് അമ്മ മാതാവിനോട് പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. അമ്മ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതാണ്. എനിക്കിവിടെ കൃപാസനം ഞാൻ മണ്ണിൽ കാലുകുത്തുന്നുണ്ടെങ്കിൽ ഈ വേദനയില്ലാതെ എനിക്ക് കാലുകുത്താൻ പറ്റണം, എനിക്ക് മുട്ടുകുത്താൻ പറ്റണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് പോയത്. ജീവനുള്ള അമ്മയാണെങ്കിൽ അമ്മയെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അമ്മ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞ